ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കൊച്ചടുക്കളയിൽ നിന്നും ഒരു ചെറിയൊരു ലഞ്ചാണ്, ഒരു മിനി ലഞ്ചെന്ന് പറയാം, ഒരു സിമ്പിൾ ലഞ്ചാണ്. അപ്പോൾ ഇന്ന് പക്ഷേ ഞാൻ സിമ്പിളാണ്, അതായത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മൂളീസ് ഗാർഡനിൽ നിന്ന് നമ്മുടെ എന്താ പറയുക ചീരച്ചേമ്പിൻ്റെ തണ്ടെടുത്തിട്ട് വന്നിട്ടുണ്ട്. ചേമ്പൻ തണ്ട് പോലെ ഇരിക്കും ഈ ശരിക്കും ചീരച്ചേമ്പെന്ന് പറഞ്ഞാൽ അതിൽ ചേമ്പിൻ്റെ അതിൻ്റെ റൂട്ടിൽ ചേമ്പുണ്ടാവില്ല എന്നേ ഉള്ളൂ. ലീഫ് നമ്മൾ ഉപയോഗിക്കുന്നു, അതിൻ്റെ തണ്ട് ഉപയോഗിക്കുന്നു. ലീഫ് നമ്മൾ ചീര തോരൻ വയ്ക്കുന്ന പോലെ എന്ത് കാര്യത്തിനും ഉപയോഗിക്കാം, അതുപോലെ തണ്ടും നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ആ തണ്ട് ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ തണ്ട് സിയർ അവിടെ നിന്ന് പറിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വിചാരിച്ചു. ഒരു കർണാടക സൈഡിലൊക്കെ ഉള്ളൊരു ഫേമസ് ആയിട്ടുള്ള തംബ്ലി എന്ന് പറഞ്ഞിട്ടൊരു കുക്കുംബർ വെച്ചിട്ടൊരു മോര് പോലെ നമ്മുടെ എന്താ പറയുക നെടുകിയൊരു റൈത്താന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, വലിയ തിക്കല്ല, ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വെള്ളരിക്ക കൊണ്ട് ചെയ്യുന്നൊരു ഒഴിച്ചു കറിയുണ്ട്, അതുണ്ടാക്കാമെന്ന് വെച്ചു. തംബ്ലി അത് പ്രൊനൗൺസിയേഷൻ പല രീതിയിലാണ്. തംബ്ലി അത് തന്നെ പല രീതിയിൽ ചെയ്യാറുണ്ട്. അവർ മുളക് പൊടി അല്ലെങ്കിൽ പച്ചൽ മുളക് ചേർത്ത് ചെയ്യും. അപ്പോൾ ഒരു റെഡ് കളർ, ഒരു ഓറഞ്ച് കളറായിരിക്കും. പച്ചമുളകിലും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതും ചില റോ ആയിട്ട്. ഇപ്പോൾ വെള്ളരിക്ക, ഇതിപ്പോൾ ഒരു വലിയൊരു വെള്ളരിക്കയാണ്. ഞാൻ സലാഡ് വെള്ളരിക്കയുടെ ഒരെണ്ണം എടുത്തു, സ്കിന്നൊക്കെ കളഞ്ഞു. സ്കിന്നോട് കൂടിയും ചെയ്യാൻ വേണമെങ്കിൽ, അതിൻ്റെ അകത്ത് സീഡും കൂടി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു അരക്കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് ചില ആൾക്കാർ അരയ്ക്കുന്നത്. ഞാൻ നോക്കിക്കോളൂ, ഇത്രയും കാര്യങ്ങളുണ്ട്. തംബ്ലിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ടീസ്പൂണോളം കുരുമുളക് ഞാൻ എടുത്തു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ കൊച്ചിത് ആക്കി വെച്ചു. വെളുത്തുള്ളി ഒരെണ്ണം എടുത്തു. ഇതൊരു 3/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു കൈപ്പിടി നിറച്ച് മല്ലിയില, ഏകദേശം ഒരു അരക്കപ്പൊക്കെ വരും. ഓക്കെ, 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഒരു സെറ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇത് വെള്ളരിക്ക, ഇതൊരു 2 കപ്പോളം വെള്ളരിക്കയുണ്ട്. പിന്നെ ഒരു അരക്കപ്പിനകത്ത് തേങ്ങ, അത് മതിയാകും. ഇതിൽ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർ പിന്നെ ഇത് എല്ലാം കൂടി ചേർത്തിട്ട് അങ്ങോട്ട് അരയ്ക്കുന്ന ഒരു രീതിയാണ് ചിലർ ചെയ്യുന്നത്. എന്നിട്ട് താളിച്ചൊഴിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ ഞാനിപ്പോൾ ചില ആൾക്കാർ ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടും ചെയ്യാറുണ്ട്. ഞാൻ വിചാരിക്കുന്നു ഒന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ട് എല്ലാം കൂടി ഒന്ന് അരയ്ക്കും. അപ്പോൾ വഴറ്റുക എന്ന് പറയുമ്പോൾ വെള്ളരിക്കയും തേങ്ങയൊന്നും വഴറ്റുന്നില്ല. ജസ്റ്റ് ഒന്ന് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് എന്താ പറയുക ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് എല്ലാം കൂടി ഒന്ന് വേണ്ട. ഓക്കെ, മല്ലിയിലയും വഴറ്റുന്നില്ല, മല്ലിയില റോ ആയിട്ട് തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഏത് കാര്യവും നമ്മുടേതായ ഇംപ്രവൈസേഷനിൽ ചെയ്യാൻ പറ്റും. നമുക്കെന്ത് വേണമെങ്കിലും മാറ്റങ്ങളോടുകൂടി ചെയ്യാമല്ലോ. എണ്ണ ചൂടായി. ഇതിലേക്ക് ആദ്യം ജീരകം, പച്ചമുളക്, എല്ലാ കാര്യങ്ങളും ചേർക്കാം. കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് നിർബന്ധമില്ല ഇങ്ങനെ വഴറ്റി തന്നെ അരയ്ക്കണം എന്ന്, റോ ആയിട്ട് വേണമെങ്കിലും അരയ്ക്കാം, പ്രശ്നമില്ല. എത്ര ആവശ്യമുള്ളൂ ആക്ച്വലി, 2 മിനിറ്റ്. ഓക്കെ, കഴിഞ്ഞു. തീ ഓഫ് ചെയ്യട്ടെ. ഇനി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരയ്ക്കാൻ പോകുന്നത്. എല്ലാം കൂടി ഒന്നിച്ച് ഇനി ഒന്നൊരു പാടുമില്ല, എല്ലാം കൂടി അരയ്ക്കുക. ഇതിനകത്തേക്ക് കുറച്ച് തൈരും കൂടി ചേർത്തിട്ട് അരയ്ക്കുക. ഇതിപ്പോൾ ഒരു 1/4 കപ്പ് തൈര് വരെ ആകാം. ഓക്കെ, നന്നായിട്ട് അരച്ചിട്ട് വരാം. ഓക്കെ, അരച്ച് കഴിഞ്ഞു. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. ഇതിപ്പോൾ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചുകൂടെ ലൂസാക്കണം, അതാണ് വേണ്ടത്. കാരണം ഇതൊരു മോരിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കുറുകുറാന്നല്ല ഇരിക്കുന്നത്, കുറച്ചൊരു ലൂസ് ടെക്സ്ചർ. ഇച്ചിരൂടെ വെള്ളം വേണം. പിന്നെ നമ്മുടെ ഇഷ്ടമാണ് എത്ര തിക്കും തിന്നെന്നൊക്കെ പറയുന്നത്. ഒരു മോരൊഴിച്ച് ചെയ്തതിൻ്റെ എഫക്റ്റ് കിട്ടും. ഒരു ലൂസ് ടൈപ്പ് ഓഫ് റൈത്ത എന്നൊക്കെ പറയുന്നത് അതുപോലെ. ഇനി ഉപ്പും കൂടി ചേർക്കാം. ഇനി ഒരു താളിപ്പും കൂടി ആയിക്കഴിഞ്ഞാൽ കറി റെഡി. ഉപ്പ് ഇതുവരെ ചേർത്തില്ല. ഇനി ഒരു താളിപ്പെന്ന് പറയുമ്പോൾ അതിനകത്ത് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഉലുവ, കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്താൽ ഗംഭീരമാകും. ഉപ്പ് നോക്കട്ടെ. ഇനി ഇത് അടുപ്പിൽ വെച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, താളിച്ച് ഇങ്ങോട്ട് ഒഴിച്ചാൽ മതി. ഇച്ചിരി ഉപ്പും കൂടിയാണ്. തംബ്ലി എന്ന് പറയുന്ന കറി റെഡിയാണ്. വെള്ളരിക്ക മോര് കറി എന്നും പറയാം. ഏകദേശം നമ്മുടെ മോര് കറിയുടെയൊക്കെ കൺസിസ്റ്റൻസിയിലാണ് ചെയ്യേണ്ടത്. മോര് കാച്ചിയതൊക്കെ ചെയ്യുന്ന ഏകദേശം എന്ന് പറയാം. ഓക്കെ, താളിക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 വരെ ആകാം, നമ്മുടെ ഇഷ്ടം.
ഇനി കുറച്ച് കടുകിടാം, 1 ടീസ്പൂൺ. ഒരു 1/4 ടീസ്പൂൺ ഉലുവ. തീ ഒന്ന് കുറയ്ക്കട്ടെ. ഇനി ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം. ജീരകമെല്ലാം അരച്ചിട്ടുണ്ടെങ്കിലും കറിവേപ്പില, മുളക്. നല്ല മണം, നല്ല മണം, നല്ല മണം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി എൻ്റെ ഒരു ലാസ്റ്റായിട്ട് ചേർക്കണം. അപ്പോൾ എല്ലാം കൂടി കിടന്നിട്ട് പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ജീരകമൊക്കെ പൊട്ടി കഴിഞ്ഞു. ഓക്കെ, ഇനി നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്രയേ ഉള്ളൂ, സിമ്പിൾ. കായം കൂടി ചേർത്ത് വേറൊരു മണം. ഇത് എണ്ണയ്ക്ക് പകരമാണെങ്കിൽ നെയ്യിലും താളിക്കാം. ഒരു ലൈറ്റ് ഗ്രീൻ കളറിലെ കറിയാണ്. തമ്പിളി. അടിപൊളി. യെസ്, 1 കറി ഈസ് റെഡി. അങ്ങനെ നമ്മുടെ ഒഴിച്ചു കറി റെഡി ആയി കഴിഞ്ഞു. തമ്പിളി. ദിസ് ഇസ് കർണാടക സ്പെഷ്യൽ. പക്ഷെ നമ്മുടെ സ്റ്റൈലിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റൈലാണ്. സൗത്ത് ഇന്ത്യൻ അല്ലേ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മോളീസ് ഗാർഡനിലെ ചേമ്പൻ ചീരയുടെ തണ്ട്. ഇതാണ് നമ്മുടെ തണ്ടെല്ലാം അവിടെ നിന്ന് എടുത്തിട്ട് വരണം. ഓക്കെ, എടുക്കാം. ഇതിങ്ങനെ ഇതിൻ്റെ മേലെ ഒരു സ്കിന്നുണ്ടല്ലോ, അതിങ്ങനെ എടുത്ത് മാറ്റണം. അത് നല്ല രസമാണ് ഇങ്ങനെ ചെയ്യാൻ, വെരി ഇൻട്രസ്റ്റിംഗ്. ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്കിങ്ങനെ എടുക്കാം. ഈ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മൾ ഫുൾ എടുക്കുകയാണ്. നാരെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ കവറിങ് ഈസിയാണ്, ഇങ്ങനെ ഇളകി വരും. ഇത് വാടിക്കഴിയുമ്പോൾ ഒന്നും കാണില്ല കേട്ടോ, ഉറവായിരിക്കും. നല്ല ക്രിസ്പ് ആൻഡ് ഫ്രഷ്. നൈസ്. ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വലിച്ചാൽ മതി, ബാക്കി ഇതേപോലെ ഇങ്ങനെ വരും. വാവ്, നമുക്കിഷ്ടമുള്ള ടൈപ്പ് പീസസ്. ഇതെല്ലാം ഇങ്ങനെ തന്നെ മതി. ഈ ചീരത്തണ്ടൊക്കെ എടുക്കുന്ന പോലെ ഉള്ളൂ, സെയിം. ഇതൊരു ചീരയാണല്ലോ അങ്ങനെ പറയുകയാണെങ്കിൽ. ഇത് നോക്കിയേ, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഉൾഭാഗം. അങ്ങനെ നല്ല രസകരമായ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പെട്ടെന്ന് ചെയ്യാം. നമ്മുടെ ചേമ്പൻ ചീരയുടെ തണ്ടെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. അടുപ്പ് കത്തിക്കാം. എന്നിട്ട് പൊരിയലെന്നോ അല്ലെങ്കിൽ ഒരു മെഴുക്ക് വരട്ടിയെന്നോ എന്ന് വേണമെങ്കിലും പറയാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാള, പച്ചമുളക്, വെളുത്തുള്ളി 3 കാര്യങ്ങൾ ഉപയോഗിക്കും. താളിക്കുന്ന സമയത്ത് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ വേണമെങ്കിൽ കുറച്ച് ജീരകവും കൂടി ഇടാം താളിക്കുന്ന സമയത്ത്, വേണമെങ്കിൽ. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായി. 1 ടീസ്പൂൺ കടുക്, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതും കൂടി പൊട്ടട്ടെ. നമ്മളൊരു പൊരിയൽ പോലെ തന്നെ ചെയ്യാം ഏകദേശം. പച്ചമുളകും, കറിവേപ്പില, ഇതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക് 2 ഉണ്ട്. സവാള, ഇതൊരു വലിയ സവാള ഹാഫ് സ്ലൈസസ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകും. 1/4 ഇച്ചിരി കൂടെ. സവാളയൊക്കെ വേണ്ടിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങുന്നു. ഓക്കെ, ഈ സ്റ്റേജിൽ ഇത് ഞാനൊന്ന് കഴുകി എടുത്തിരിക്കുകയാണ്. അരിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും കഴുകി. ആദ്യം ഒന്ന് കഴുകിയിട്ടാണ് അരിഞ്ഞത്, എങ്കിലും കഴുകി. ഇത് നിറച്ച് വെള്ളമുള്ള കാര്യമാണല്ലോ, അപ്പോൾ ഇതൊന്ന് വെള്ളമൊക്കെ ഇറങ്ങും. ഇനി ഇച്ചിരി ഉപ്പ് ചേർക്കാം.
എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗത്തേക്കും പിടിക്കട്ടെ. ഇത് വാടുമ്പോൾ തന്നെ വേഗം ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ചുരുങ്ങി ചെറുതാകും. പിന്നെ നമ്മളൊരു കാര്യം ചെയ്യാം, ആ മിക്സിങ് കഴിഞ്ഞിട്ട് ഒന്ന് പാത്രം അടച്ചിട്ടിട്ട് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. ഓക്കെ, തീ കുറയ്ക്കട്ടെ. ഏകദേശം ഒരു 5 to 7 minutes ആയി. നോക്കും. വാവ്, നമ്മുടെ അച്ചിങ്ങപ്പയറൊക്കെ കൊണ്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കില്ലേ, അതുകൊണ്ട് ആ ഒരു സ്റ്റൈലിലേക്ക് മാറിക്കഴിഞ്ഞു. കാണാനും നല്ല ഭംഗിയുണ്ട്, പാകത്തിന് വെന്തിട്ടൊക്കെ ഉണ്ട്. യെസ്, ഇത് വാടുമ്പോൾ തന്നെ വേകുന്നൊരു സംഭവമാണ്. അതായത് പച്ചമുളകിൻ്റെ എരിവ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മതി, അതല്ലെങ്കിൽ ഇച്ചിരി ചില്ലി ഫ്ലേക്സ് വേണം. ഇതിപ്പോൾ ഞാനൊരല്പം 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കും. കാണാനൊരു ഭംഗിയും ഒരു ലുക്കൊക്കെ വരുന്നത്, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് ഇതും ഓപ്ഷണലാണ്. ഇതിങ്ങനെ മെഴുക്ക് വരട്ടി പോലെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പൊരിയലാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി ചേർക്കാം. ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ചേർക്കും, തേങ്ങ ചെറിയ. അപ്പോൾ തേങ്ങ ഇല്ലാത്ത സാഹചര്യങ്ങളിലാണെങ്കിൽ തേങ്ങ ചേർക്കണ്ട, ഇത് മാത്രം മതി. പിന്നെ പച്ചമുളകിൻ്റെ എരിവ് മാത്രം മതിയെങ്കിൽ പച്ചമുളക് മാത്രം ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാൻ രണ്ടും കൂടി ഉള്ളൊരു അത്യാവശ്യം എരിവുണ്ടാവും, അത്രേ ഉള്ളൂ. ഇതിനി പാത്രത്തിലേക്ക് മാറ്റാൻ പോകും. ഓക്കെ, ഇതൊന്ന് മാറ്റാം. ഇന്നെല്ലാം ഞാൻ കണ്ണാടി പാത്രത്തിലേക്കാണ്, സെർവിങ് ബൗൾസിലേക്കാണ് മാറ്റുന്നത്. സുഖമായിട്ടൊരു 4-5 പേർക്ക് കഴിക്കാമല്ലോ. അച്ചിങ്ങപ്പയറിൻ്റെ ഒരു മെഴുക്ക് വരട്ടിയോ തോരനൊക്കെ വയ്ക്കില്ല, അതുപോലെ തന്നെയാണ് പൊരിയൽ വയ്ക്കുന്നത്. ഇത് അങ്ങനെ തന്നെ ഇരിക്കുന്നു. ആക്ച്വലി പറഞ്ഞാൽ ഈ ചേമ്പും ചീര ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അത് നട്ടു കൊടുത്താൽ മതി, വെറുതെ വളർന്നോളും. വെള്ളം മാത്രം ആവശ്യമുള്ളൂ. ഒരു വളമോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല പച്ചക്കറി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ. ഇത് ഒരു ചട്ടിയിൽ 1-2 ചട്ടിയിൽ ടെറസ് ഗാർഡനൊന്നും ഉണ്ടാവണം നിർബന്ധമില്ല. വീട്ടിൻ്റെ മുറ്റത്ത് വേണമെങ്കിലും നമുക്ക് വളർത്താം. 2 ചട്ടിയിൽ വളർത്തിയാലും മതി. ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാനും പറ്റും. അതിൻ്റെ ഇലയും ഉപയോഗിക്കാം, ഇതുപോലെ തണ്ട് മാത്രമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ നല്ല ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. യെസ്, അപ്പോൾ എൻ്റെ രണ്ടാമത്തെ കറിയും റെഡി. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് ഫുൾ വെജാണ്. പക്ഷെ ഒരു ഇറച്ചിയോ അങ്ങനെയൊക്കെ കഴിക്കുന്ന പോലെ ഒരു ഫീല് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു മസാല എല്ലാം ചേർത്തിട്ട് ഒരു എന്താ പറയുക, കടല മസാല ഉണ്ടാക്കിയാലോ. ഇത് നമ്മുടെ കറുത്ത കടലയാണ്, അത് വെള്ളത്തിൽ കുതിർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നേരത്തെ തന്നെ വേവിച്ച് വെച്ചാണ്. അപ്പോൾ അത് ഞാൻ എടുത്തു. നോക്കിയോ, ഏകദേശം ഇതിപ്പോൾ എത്ര വരും, ഒരു 2 കപ്പോളം വരും. ഓക്കെ, അതിന് വേണ്ട ഒരു മസാല തയ്യാറാക്കാം. എണ്ണ ഒഴിക്കട്ടെ. ഓക്കെ, 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത് കുതിർത്ത് വേവിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ. 1 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നു. ഒരു ആഡഡ് ഫ്ലേവറാണ് അത് തരുന്നത്. ഇനി വറ്റൽ മുളകും കറിവേപ്പില. ഓ മൈ ഗോഡ്, സവാള. ഇത് ഒരു 2 ചെറിയ സവാളയാണ്, ഹാഫ് സ്ലൈസസ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ സവാള എടുക്കാം, കുഴപ്പമില്ല. ഒരു പച്ചമുളകിനെ 4ആയിട്ട് കീറിയിടുകയാണ്. ഓക്കെ, ഈ സമയത്ത് തന്നെ ഞാൻ ഇത് ഒരു 1.5 ടീസ്പൂൺ, അതായത് ടോട്ടലായിട്ട് ഒരു 3/4 ടീസ്പൂൺ ഇഞ്ചി അരച്ചതും 3/4 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും ചേർക്കും. രണ്ടും കൂടി ചേർത്തൊരു 1.5 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ ടു 2 ടീസ്പൂൺ വരെയായാലും കുഴപ്പമില്ല. ഓരോ ടീസ്പൂൺ വേണമെങ്കിലും ചേർക്കാം. എല്ലാം കൂടി ഒന്നിച്ച് കിടന്നിട്ട് വഴണ്ട് സെറ്റായി വരും. പച്ചച്ചുവയൊക്കെ മാറി കളറൊക്കെ മാറി വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയാൽ മതി. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ചേർക്കുന്നു. അത് കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കും. ഇനി അല്പം തീ ഒന്ന് കുറയ്ക്കട്ടെ. കുറച്ച് മുളക് പൊടി ചേർക്കണം. അത് എരിവിനനുസരിച്ചിട്ടാണ്. ഇതിപ്പോൾ ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കഴിഞ്ഞു. ഒരു പച്ചമുളക് ഓൾറെഡി ചേർത്തു. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. 1.5 മുതൽ 2 ടീസ്പൂൺ വരെ ആകാം. ഇനി ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഓക്കെ, തീ നല്ലോണം കുറച്ചിട്ടിരിക്കുമായിരുന്നു. എനിക്ക് വീണ്ടും ഒന്ന് കൂട്ടി കൊടുക്കട്ടെ. ഒരു ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് നമ്മൾ കടലയിൽ ഉപ്പിട്ടാണ് വേവിച്ചത്, എന്നാൽ ഈ മസാലയ്ക്ക് വേണ്ട ഒരു ചെറിയ കട്ട പോലെ വീണു ഇതിനകത്ത് സോൾട്ട്. പക്ഷേ ഞാൻ അത് മാറ്റി, അതല്ലെങ്കിൽ കൂടി പോകും.
ഇതിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. വേണമെങ്കിൽ ടൊമാറ്റോ അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കെച്ചപ്പ് എന്ന് നമുക്ക് വിചാരിക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കും. ഓക്കെ, ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ടൊമാറ്റോ പ്യൂറി ചേർത്താലും മതി. ഒരു 2 ടൊമാറ്റോയുടെ പ്യൂറി എടുക്കാം. അതിൻ്റെ തോട്, അതായത് തിളച്ച വെള്ളത്തിലിട്ട് അതിൻ്റെ തോട് കളഞ്ഞിട്ട് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്, അങ്ങനെ ചേർക്കുകയാണെങ്കിൽ. അത് ഒരു വലിയ ടൊമാറ്റോ ആണെങ്കിൽ 1, ചെറുതാണെങ്കിൽ 2. അതെ, ഇങ്ങനെ കുഴഞ്ഞൊരു ഭാഗമായി. ഓക്കെ, അപ്പോൾ ഉപ്പ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിലേക്കാണ് അപ്പോൾ 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം സോസ്. വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഏകദേശം ഒരു 2 കപ്പോളം കടലയുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചുകൂടി ഒന്ന് എല്ലാം കൂടി കിടന്ന് വേഗട്ടെ. വെന്തതാണ്, മസാലയൊക്കെ പിടിക്കണം, എന്നിട്ട് കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആയിക്കോട്ടെ. നമ്മുടെ കടല മസാല റെഡി. ഓക്കെ, കുഴഞ്ഞ് അരപ്പ് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഏതാണ്ടൊരു ചിക്കൻ പെരട്ടോ ബീഫ് പെരട്ടോ ഒക്കെ പോലെ തോന്നി എന്ന് വിചാരിക്കും. നോൺ വെജ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്. ഓക്കെ, നല്ലൊരു വെജിറ്റേറിയൻ ഓപ്ഷനാണിത്. ഫുൾ ഓഫ് പ്രോട്ടീൻ. അത്യാവശ്യം സ്പൈസിയാണ്, ചോറിന് നല്ല കോംബോ ആണ്. ചോറ് ഇന്ന് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. അത് ചമ്പാവരിയുണ്ട്, പിന്നെ വൈറ്റ് റൈസ് പുന്നിയരിയുടെ ചോറും ഉണ്ട്. ഏത് വേണമെങ്കിലും എടുക്കാം. രണ്ടാമത്തെ കേസ് കടല മസാല, നമ്മുടെ ചേമ്പൻ തണ്ട് പൊരിയൽ, ആൻഡ് ദിസ് ഇസ് തമ്പിളി എന്ന് പറയുന്ന കർണാടക സ്റ്റൈലിലെ ഒരു ഒഴിച്ചുകറി വിത്ത് കുക്കുംബർ ഒഴിച്ചുകറി. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് വൈറ്റ് റൈസിൽ എല്ലാം വിളമ്പും. ഓക്കെ, കുറച്ച് വൈറ്റ് റൈസ്. ഈ കറികൾക്ക് നല്ലൊരു കോൺട്രാസ്റ്റ് ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള വൈറ്റ് റൈസ് ആയിരിക്കും. ഒരു സൈഡിലായിട്ട് ഭൂചരണൊക്കെ കടല വെച്ചിട്ട് എന്ത് ചെയ്താലും ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. കടല മസാല, ചീരച്ചേമ്പിൻ്റെ തണ്ട് കൊണ്ടുള്ള പൊരിയൽ. വെരി ടേസ്റ്റിയാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ അറിയില്ലേ. ഇറ്റ്സ് വെരി ഹെൽത്തി ഓൾസോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും, ഇത് പ്രോട്ടീനുള്ള കാര്യവുമായി. ഓക്കെ, ഇനി നമ്മുടെ കുക്കുംബർ മോരുകറി. ഒരു ഗ്രീൻ കളറാണ്, കണ്ടില്ലേ? യെസ്, ഇത്രയും മതി, കഴിച്ചാലോ. ഇതിപ്പോൾ ഒരു വെറും സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസ് ഇങ്ങനെ പരീക്ഷിക്കുമ്പോഴാണ് ഞാനത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മാറി മാറി പല കാര്യങ്ങളും ചെയ്യുമല്ലോ, എല്ലാ ദിവസവും ഒരുപോലെ ആയാൽ ബോറല്ലേ. കഴിച്ചോളൂ. ഇവിടെ നിന്ന് തുടങ്ങാം. ദേ നോക്കിക്കോളൂ, ഗംഭീരം. അത്യാവശ്യം ഒരു ക്രിസ്പിനെസ്സും ഉണ്ട് കേട്ടോ. കുഴഞ്ഞ പോലെയാണ് ഇരിക്കുന്നതെങ്കിലും. നോക്കട്ടെ, നമ്മുടെ തമ്പിളു വെച്ചിട്ട് യെസ് കുക്കുംബർ കറി. വെള്ളരിക്കയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഒരു നല്ല പുളിയുള്ളതായിട്ടാണെങ്കിൽ 1/2 കപ്പ് മതിയാവും. അധികം പുളിയില്ലാത്താണെങ്കിൽ 1 കപ്പ് വരെ ആകാം. അതും പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട്, ഏകദേശം ഒരു 1-2 കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. സോ കടല മസാല, വെരി നൈസ്, വെരി നൈസ്. ആ സ്പൈസി ആയിട്ടുള്ള കോംബോ കടലയിൽ നിന്നാണ് കിട്ടുന്നത് നമുക്ക്. ഇത് രണ്ടും കുറച്ച് പ്ലെയിനാണ്, പാവം കറികൾ. നോൺ വെജ് കഴിക്കുന്നവർക്ക് നോൺ വെജിൻ്റെ നഷ്ടം നികത്താൻ പറ്റിയൊരു കാര്യമാണ് ഈ ഒരു കടല മസാല. അപ്പോൾ ഞാനിത് കഴിച്ച് തീർക്കട്ടെ. നിങ്ങളും ഇതുപോലെ തയ്യാറാക്കുക. ഓക്കെ, ഈ ചീരച്ചേമ്പെന്ന് പറഞ്ഞാൽ ഒരു പാടുമില്ല. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൻ്റെ ഫ്രണ്ടിൽ ചട്ടിയിൽ വളർത്താം. പിന്നെ കടല എപ്പോഴും വീട്ടിലുള്ള കാര്യമാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. വേവിച്ച് തലേ ദിവസമേ വെള്ളത്തിട്ട് വേവിച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ വയ്ക്കുക. കൂടുതൽ ദിവസത്തേക്കാണെങ്കിൽ എടുത്തെടുത്ത് പുറത്ത് വെച്ചാൽ മതിയല്ലോ.
അങ്ങനെയും ചെയ്യാം. പുറത്തൊക്കെ ആണെങ്കിൽ ടിൻറ്റ് കടല കിട്ടും, അവർക്ക് അങ്ങനെയും ചെയ്യാം. പാർവതിയുടെ അവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ ടിൻറ്റാണ് ഉപയോഗിക്കുന്നത് നോർമൽ. പിന്നെ കുക്കുംബർ കൊണ്ടുള്ള ഈ ഒരു തമ്പിളി പറഞ്ഞ ഈ ഒരു ഒഴിച്ചു കറിയും അടിപൊളിയാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കൂ, ഇഷ്ടമാവും. പിന്നെ അതുപോലെ ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. ഇനി ഉച്ച കഴിഞ്ഞും കുറേ പരിപാടികളുണ്ട്, ആ വിശേഷങ്ങളും പങ്കുവയ്ക്കാം. അങ്ങനെ ലഞ്ച് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വൈകുന്നേരമായി, ഏകദേശം ഇപ്പോൾ സമയം 3:45. ഞാൻ ഇറങ്ങുന്നു, ഡ്രസ്സ് ചെയ്തിറങ്ങുകയാണ്. ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എനിക്കിന്ന് നമ്മുടെ കിറ്റി പാർട്ടി ലേഡീസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, മന്ത്ലി മീറ്റിംഗ്. ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ദുബായിലൊക്കെ പോയപ്പോൾ ആ മാസം പറ്റിയില്ല, പല പല കാരണങ്ങൾ കൊണ്ട്. ആൻഡ് അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് ഇന്ന് പോകണം. അവിടെ നിന്ന് ജസ്റ്റ് പോയി കുറച്ച് നേരം ഇരുന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് നമ്മളൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം സൈഡിലാണ് ഒരു വലിയൊരു കാവടി നടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയിട്ട് അതെല്ലാം കണ്ടിട്ട് തിരിച്ചു വരാം. ഇച്ചിരി നേരത്തെ ലിഫ്റ്റിലാണ് തിരിച്ച് നമുക്ക് ടെമ്പിളിൻ്റെ ഭാഗത്തേക്ക് പോകണ്ടേ, കഴിക്കാനൊന്നുമില്ല. അപ്പോൾ പനത്തുറ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ആ പരിസരത്താണ് അഗ്നിക്കാവടി നടക്കാൻ പോകുന്നത്. അത് പക്ഷേ വേറൊരു ടെമ്പിളിൻ്റെ അവിടെ നിന്നാണ് അവർ പോകുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആദ്യം അവിടെയാണ് എത്താം. അവിടെ ഇപ്പോൾ ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ആ സമയമാകുമ്പോൾ നമ്മളിവിടെ എത്തും. പനത്തുറ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളതിൻ്റെ എൻട്രൻസ് വഴി ഇവിടെ ഫുൾ അലങ്കാരങ്ങളായി കഴിഞ്ഞു. ഇത് നോക്കിയേ, ഇവിടെ അഗ്നിക്കാവടി ആണ് വരാൻ പോകുന്നത്. അഗ്നിക്കാവടിയുടെ ലൊക്കേഷനാണ്. വളരെ വിശേഷപ്പെട്ടൊരു ദിവസമാണിത്. പനത്തുറ ഇതൊരു ബീച്ച് സൈഡിലുള്ള ഒരു ക്ഷേത്രമാണ്. ബീച്ച് സൈഡ്, കടലിനോട് ചേർന്ന് ഇത്രയും സ്ഥലത്ത്. ഇനി ഇതെല്ലാം രാത്രിയാകുമ്പോൾ ലൈറ്റ് കംപ്ലീറ്റ് ലൈറ്റപ്പ് ചെയ്യും. അന്നേരം അത് കുറേ കൂടി ഭംഗിയാണ്. നിറച്ച് ലൈറ്റ് ഇട്ടാണ്. റോഡ് തൊട്ട് ക്ഷേത്രത്തിൻ്റെ ആ ഭാഗം വരെ ഉണ്ട് അലങ്കാരങ്ങൾ. ആ ഒരു ഉത്സവത്തിൻ്റെ ഫീല്. കുറേ കുഞ്ഞു കടകളുണ്ടാവും, ടോയ്സ് വിൽക്കുന്നത്, സ്നാക്സ് വിൽക്കുന്നത്, ഐസ്ക്രീംസ്. ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ പൊടുവിന് കുറച്ച് കളിപ്പാട്ടം മേടിക്കാം. നിറച്ച ആളായി കഴിഞ്ഞല്ലോ. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പനത്തുറ. ഇവിടെ കംപ്ലീറ്റ് പോലീസ് ആൾക്കാരെല്ലാം ഉണ്ട്. ഭയങ്കര സെക്യൂരിറ്റി ആവശ്യം വരും, അത്രയ്ക്ക് തിരക്ക് കൂടും ഇനി ഇങ്ങോട്ട്. കടലിൻ്റെ സൈഡിൽ ഇങ്ങനെ കല്ലടുക്കിയിരിക്കുന്നുണ്ടല്ലോ. കടലിനോട് ചേർന്നാണ് ഈ ടെമ്പിള്. അവിടെ കുറേ ഭക്തജനങ്ങൾ കൂടി നിൽക്കുന്നുണ്ട്, വ്രതമെടുത്ത് കാവടി എടുക്കാനായിട്ടുള്ള ആൾക്കാർ. അവരായിരിക്കും ഈ അഗ്നിക്കാവടിയിലേക്ക് ചവിട്ടി പോകാൻ പോണേ. പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷത്തിലാണ്, കടലിനോട് ചേർന്ന ക്ഷേത്രം പനത്തുറ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ ടെമ്പിളിൽ വരുന്നത്. ഓക്കെ, വളരെ സ്പെഷ്യൽ ഡേ ആണിത്. അത് ലീല കോവളമാണ് ആ കാണുന്നത്, ലീല ഹോട്ടൽ ആ ഭാഗം. ഇത് ഈ സൈഡ് കടലിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ നിൽക്കുന്നു. പനന്തുറ ഇപ്പോൾ കനലുണ്ടാക്കുന്ന പ്രോസസ്സാണ്. ഇത്രയും വിറക് കത്തിച്ച് കനലായി കഴിഞ്ഞിട്ട് ഫുള്ള് തീയെല്ലാം ഓഫായി കഴിഞ്ഞിട്ട് ഇവിടെ കംപ്ലീറ്റ് നിരത്തിയിടും ഈ കനൽ. ഇതിൻ്റെ മുകളിൽ കൂടിയാണ് ഈ കാവടി എടുക്കുന്ന ആൾക്കാർ, ഈ ഭക്തജനങ്ങൾ നടക്കാൻ പോകുന്നത്. അതാണ് അഗ്നിക്കാവടി. ഇത് കാണേണ്ട കാഴ്ചയാണ്. ഇപ്പോൾ കാണുന്ന ക്രൗഡൊന്നും ആയിരിക്കില്ല, ഭീകരമായ ക്രൗഡായിരിക്കും. ഈ അഗ്നിക്കാവടി ഈ കനലിലൂടെ നടക്കാൻ പോകുന്ന വ്രതമെടുത്ത് ഇതിനു വേണ്ടി ബുക്ക് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഇനി ഇവരിവിടെ നിന്നും പാച്ചല്ലൂരിലെ ഭദ്രകാളി ദേവീക്ഷേത്രത്തിലേക്കാണ് ഇവർ പോകണം. നെക്സ്റ്റ് ഇവിടെ നേരെ അവിടെ പോയി ശൂലമൊക്കെ തറച്ചിട്ട് തിരിച്ചിവിടെ വരും. എന്നിട്ടാണ് ഈ കനലിലൂടെ നടക്കാൻ പോകുന്നത് അഗ്നിക്കാവടി. ഇത് വളരെ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാണാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ഇവിടെ ഈ കാണുന്ന ക്രൗഡായിരിക്കില്ല. ഞാൻ ഇവിടുന്ന് തിരിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് അവരുടെ ഇതെല്ലാം കാണാനായിട്ട്. പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ രാത്രി കുറച്ചുകൂടി സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, കുറച്ചുകൂടി ഇരുട്ടായിരിക്കും.
നോക്കാം, നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ നോക്കാം. ഓക്കെ, 200-ൽ പരം കാവടി ഉണ്ടെന്നാണ് പറയുന്നത്. അവർ ടോക്കൺ നമ്പറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് എടുക്കണ്ടോ? ആദ്യത്തെ കാവടി. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇനി ഇവിടുന്ന് അവിടെ വന്നിട്ട് ഇങ്ങനെ ഇല്ല കാവടിയാണ്. ഇതിൽ ചവിട്ടോ? ഇവിടെ കനലിൽ കയറുമോ? എത്ര ദിവസത്തെ വ്രതമൊക്കെ എടുത്തു? ഓക്കെ, ഭയങ്കരമാണ്. ഓ ഭാഗ്യം. ഓക്കെ, ഭഗവാനോട് പ്രാർത്ഥിച്ചിറങ്ങി. അവിടെ അയ്യപ്പസ്വാമി ഉണ്ട്, മുരുക ഭഗവാൻ, അയ്യപ്പസ്വാമി ആൻഡ് ഗണപതി ഭഗവാൻ. ഓക്കെ, തൂക്കമുടിപ്പുരയുടെ ഭാഗത്ത് പോവാം. ഇവരെല്ലാം പോയിട്ട് ശൂലം തറയ്ക്കുന്ന കാഴ്ച, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തയ്യാറെടുപ്പുകൾ കാണാം. ഇവിടെ എന്തായാലും പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഓക്കെ, എന്നിട്ട് ഇനി തിരിച്ച് അവരിവിടെ വരുമ്പോൾ രാത്രിയാണ് കേട്ടോ. ഇനി ബാക്കിയെല്ലാം ലേറ്റ് നൈറ്റ് ഒരു 11 മണി വരെയൊക്കെ പോകും ഈ കാര്യങ്ങൾ. അപ്പോൾ എല്ലാം നമുക്കൊന്ന് കാണാം. സാധാരണ ഉത്സവപ്പറമ്പിൽ കാണുന്ന മുറുക്ക്, മരിച്ചീനി മുറുക്കാണ്, എനിക്കിഷ്ടമാണ്, അത് വാങ്ങാം. ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ, താമരപ്പൊയ്കയാണ്. ഇത് എങ്ങനെയാ? 2 കെട്ട്. ഓക്കെ, ഇത് മരിച്ചീനി മുറുക്കല്ലേ? ഓക്കെ ഓക്കെ, ആ വെച്ചോളൂ. ഓക്കെ, ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ, ഇവിടെ എല്ലാം വണ്ടിയിൽ പോകുന്ന. ഓക്കെ, ഇവിടുന്ന് ടോക്കണൊക്കെ എടുത്തിട്ട് കാവടി എടുക്കാനുള്ള ആൾക്കാരെല്ലാം ഇനി തൂക്കമുടിപ്പുരയിലേക്ക് പോവാണ് അല്ലേ? അപ്പോൾ അടുത്ത ടെമ്പിളിലേക്ക് പോവാണേ നമ്മൾ. ഓക്കെ, എൻ്റെ കൂടെ വിവേകുണ്ട്, ഫോട്ടോഗ്രാഫർ, ഫേമസ് ഫോട്ടോഗ്രാഫർ. അമ്പലങ്ങളുടെയൊക്കെ ഒരുപാട് നല്ല റീൽസ് എടുക്കുന്ന ആളാണ് വിവേക്. ഇത് പാച്ചല്ലൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ഗണപതി ഭഗവാനെ തൊഴുതിട്ട് അങ്ങോട്ട് പോകാം അല്ലേ? ഓക്കെ, ഇവിടെ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. കാവടിക്ക് വേണ്ടിയിട്ടുള്ള പൂക്കളെല്ലാം കെട്ടി കാവടി തലയിൽ ഇങ്ങനെ തോളത്ത് വെക്കാനായിട്ടുള്ള രീതിയിൽ മയിൽപ്പീലിയും ഒക്കെ ആയിട്ട് അതൊരു സൈഡിൽ നടക്കുന്നത്. ഇത് കാവിൻ്റെ ഭാഗമാണ്, സർപ്പക്കാവാണിത്, ക്ഷേത്രവുമായിട്ട് ചേർന്ന് കിടക്കുന്ന ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് കാവിൻ്റെ ഭാഗത്തും അല്ലാതെ ഇവിടെ ചെറിയൊരു പഴയൊരു വീട് പോലെയുണ്ട്. അവിടെ എല്ലാം കാവടിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഏതാണ്ട് മോർ ദാൻ 200 ആൾക്കാരാണ്, 200ഓളം കാവടി എടുക്കുന്ന ഭക്തജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുകൂടാണ്ട് കാണാൻ വന്നിരിക്കുന്നവരും പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നവരൊക്കെ എല്ലാം ടോട്ടലി ഒരു ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ഈ പാച്ചല്ലൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതൊരു തൂക്കമുടിപ്പുര എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇതിനൊരു ഏതാണ്ട് 1000ഓളം വർഷം പഴക്കമുള്ള ക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത്. നല്ല ശക്തിയുള്ള ദേവിയാണെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും അങ്ങനെ വിശ്വസിച്ച് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അതായത് ഇവിടെ ഇതിനോട് ചേർന്ന് കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ വലിയ വിളാകം തറവാട് എന്ന് പറഞ്ഞ തറവാടുണ്ട്. അപ്പോൾ അവരുടെ അവിടെയാണ് ദേവി ആദ്യം
ഒരു പ്രത്യക്ഷപ്പെട്ടതെന്നോ അല്ലെങ്കിൽ ദേവിയുടെ സാന്നിധ്യം അറിയിച്ചു. എന്നിട്ട് ദേവി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്തേക്കാണ് പിന്നീട് ദേവിയുടെ ക്ഷേത്രം പണിത്. അപ്പോൾ ആദ്യം ആ തറവാട്ടിലാണ് ദേവി കുടികൊണ്ടത്. അപ്പോൾ അതാണ് മൂലസ്ഥാനമായിട്ട് ഇപ്പോഴും കണക്കാക്കുന്നത്. അവിടെ ഒരു ചെറിയ ക്ഷേത്രമുണ്ട്, അത് വളരെ പവിത്രമായിട്ട് സൂക്ഷിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ദേവീക്ഷേത്രത്തിൻ്റെ തൂക്കമാണ്. തൂക്കം എന്ന് പറഞ്ഞാൽ ശാർക്കര തൂക്കത്തിനെക്കാട്ടിലും ഒരല്പം കൂടി ഹൈറ്റ് കൂടിയൊരു തൂക്കമാണെന്നാണ് പറയുന്നത്. അത്രയും ഹൈറ്റിലുള്ള തൂക്കം അങ്ങനെ ശാർക്കര അതുപോലെയാണ്. അതുപോലെ അതിനെക്കാട്ടിലും ഒരു പടിക്ക് കുറച്ച് മുകളിലാണിത് ഹൈറ്റ് വൈസ്. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, കുഞ്ഞുങ്ങളില്ലാത്തവർ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ദേവിയുടെ ഇവിടെ കൊടുക്കുന്ന പ്രസാദം കരിക്ക് നേദിച്ച് കൊടുക്കും. അതെല്ലാം കുടിച്ചിട്ട് പോയി പ്രാർത്ഥിച്ച് അങ്ങനെ അവർക്ക് കുഞ്ഞുങ്ങൾ കിട്ടാനുള്ളൊരു സൗഭാഗ്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അച്ചട്ടാണെന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങളില്ലാത്തവർ ദേവിയെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദേവി അനുഗ്രഹിക്കും. അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ അവർ തന്നെ ഇവിടെ വന്നിട്ട് നേർച്ചയായിട്ട് തൂക്കം നേർച്ച വയ്ക്കും. അപ്പോൾ ആ തൂക്കം നേർച്ചയ്ക്ക് കുഞ്ഞുങ്ങളായിട്ട് പിന്നീട് അവർ വരും. അന്നേരമാണ് ഇവിടെ ആ മൂലസ്ഥാനത്ത് വെച്ചിട്ടാണ് പൂജയും കർമ്മങ്ങളും ഒക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് ഒരുക്കങ്ങൾ, അതായത് ഈ തൂക്കത്തിൻ്റെ ഒരുക്കങ്ങളോടുകൂടി പിന്നെ അകമ്പടിയായിട്ട് ചെണ്ടമേളവും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് ദേവിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് തൂക്കം. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് നാനാജാതിയിൽപ്പെട്ട ആൾക്കാരും, ഇതൊരു മതമൈത്രിയുടെ സ്ഥലമാണെന്നും പറയാം. അതായത് ഹിന്ദുക്കളിൽ തന്നെ എല്ലാ വിഭാഗക്കാരും പങ്കെടുക്കുന്ന ഉത്സവമാണ് ഈ ഒരു തൂക്കത്തിൻ്റെ സമയത്ത് വരുന്നത്. ഇത് സ്ഥിരം ഫ്ലൈറ്റ് തിരിഞ്ഞു പോകുന്നൊരു ലൊക്കേഷനാണ് കേട്ടോ. ഇതിൻ്റെ മേളിൽ കൂടെ പോയിട്ടാണ് നമ്മുടെ എയർപോർട്ടിലേക്ക് തിരിയുന്നതിൻ്റെ ഒരു ഏരിയയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റ്സ് ഇങ്ങനെ പോകുന്ന കാണാം. വാവ്, എത്ര താഴ്ന്നു പറന്ന് പോകണം. ഏകദേശം എത്താറായി. ലാൻഡിങ് ഏകദേശം എയർപോർട്ടിന് അടുത്താണല്ലോ, ഏതാണ്ട് കടലിനോട് ചേർന്ന് കുറച്ചങ്ങോട്ട് പോയ കടലല്ലേ. എന്നതാണ് ഗുരുസ്വാമി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാനമായിട്ടും ഈ ശൂലം തറയ്ക്കാനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആ ചടങ്ങുകളെല്ലാം അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ദീപാരാധന കഴിഞ്ഞ ഉടനെ തുടങ്ങും. ഗുരുസ്വാമിയാണ് എല്ലാവർക്കും ശൂലം അല്ലേ വേല അല്ലേ കുത്തി കൊടുക്കുന്നത്. ഇപ്പം ഇവിടെ തുടങ്ങും അല്ലേ? ഇപ്പം ഇവിടെ ദീപാരാധന കഴിഞ്ഞിട്ട് തുടങ്ങും. ഇപ്പം സമയം ആ മുഹൂർത്തം നോക്കി ആണല്ലേ? ഓക്കെ, ഒരു 4-5 മിനിറ്റിനകത്ത് ഇങ്ങനെ ഈ ഒരു ഇതെല്ലാം കുത്തി തുടങ്ങും. ശൂലം ഇങ്ങനെ അദ്ദേഹമാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. ഇദ്ദേഹത്തിനാണ് ദേവിയുടെ അല്ലേ എന്താ പറയുക അനുഗ്രഹം ദേവസ്വം നറുക്കെടുത്തു. ആദ്യം കുംഭം കൊണ്ട് ഭഗവാന്റെ ഈ ഒരു കനലിലേക്ക് ചാടുന്ന ആളിന്റെ നറുക്ക് വേണ്ടിയിരിക്കുന്ന ഇദ്ദേഹത്തിനാണ് ഈ വർഷം കിട്ടിയത്. പേരെന്തായിരുന്നു? പ്രഹ്ലാദൻ. അപ്പൊ ഭയങ്കര അനുഗ്രഹീതനാണ് ഇദ്ദേഹം. കുംഭവുമായിട്ട് അല്ലേ? അതെ, അല്ലാതെ ഭഗവാന്റെ മുമ്പിൽ വെക്കണം എന്നുള്ളതുകൊണ്ട് കയറാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. ഇദ്ദേഹം കഴിഞ്ഞ ഉടനെ രണ്ടാമത് തൊട്ട് 195 അല്ലേ? 195 അഗ്നിക്കാവടി ഉണ്ട്. രണ്ടാമത്തെ മുതൽ വേലുകുത്തും എല്ലാവർക്കും. അതാണ് ആദ്യം അഗ്നിക്കാവടിയിലേക്ക് എടുത്ത കാല് വെക്കുന്ന ആളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആൾക്കാരെല്ലാം നമുക്കുള്ള ചടങ്ങെന്ന് പറയുന്നത് നമ്മുടെ കുംഭം നമ്മൾ നിറച്ചു കഴിഞ്ഞു. കുംഭം നിറച്ചു. കുംഭക്കാവടി മാറിയാൽ ഉടൻ തന്നെ കുംഭക്കാവടിക്ക് വേലുകുത്തുമില്ല. കുംഭക്കാവടി വിട്ട് ബാക്കിയുള്ള എല്ലാ കാവടിക്കും വേലുകുത്തുന്നതാണ്. വേലുകുത്തി മാത്രമേ അഴിയിൽ ഇറക്കുകയുള്ളൂ. കുംഭക്കാവടി വേലുകുത്താതെ കോവിലിന ശ്രീകോവിലിനകത്ത് കയറി അവിടെ നിന്ന് ഈ കുംഭം അവിടെ ഇറക്കി വെച്ചതിന് ശേഷം അവിടെ നിന്ന് ദേവസ്ഥത്തിൽ നിന്ന് ഭഗവാൻ ആഴിയിൽ ഇറങ്ങുന്നതിന് വേണ്ടി ഒരു പ്രത്യേകിച്ച് ഒരു കാവടിയുണ്ട്. ആ കാവടി എടുത്ത്
ഈ കുംഭക്കാവടിക്ക് കൊടുക്കുമ്പോൾ ആ കുംഭക്കാവടി ആ കാവടിയോട് കൂടി ചെന്ന് ആഴിയിൽ പ്രവേശിക്കും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർ കയറുന്നത്. അത് കഴിഞ്ഞ ആ കുംഭക്കാവടി കഴിഞ്ഞ ശേഷം മാത്രമേ ബാക്കിയുള്ളവർ പ്രവേശിപ്പിക്കുള്ളൂ. അപ്പൊ ഇപ്പൊ ഇനി ഈ ഒരു വേല് കുത്തുന്നതിന് മുന്നേ ഇവരൊരു 7 പ്രാവശ്യം ഇങ്ങനെ വലം വെക്കും അല്ലേ? അതിനെന്താ പറയാ? കൂട്ട നമസ്കാരം. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് വന്ന് വേല് കുത്താൻ വരുന്നത്. ഓക്കെ ഓക്കെ, അങ്ങനെയാണ് ഇപ്പൊ നടക്കാൻ പോണ കാര്യങ്ങൾ. ഓക്കെ, ഈ ചടങ്ങിൽ തന്നെ അന്ന് മുതൽ ഇന്ന് വരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു മാറ്റവും ഇല്ലാണ്ട്. ഓക്കെ, എത്ര വർഷങ്ങളായിട്ട് ഇത് ചെയ്യും? 29 വർഷമായി. ഈ ഗുരുസ്വാമി 29 years ആയിട്ട് ചെയ്യാണ്. 29 വർഷമായിട്ട് അല്ലേ? അദ്ദേഹമാണ് 29 വർഷമായിട്ട് ഇതേ ചടങ്ങ്. പനത്തറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമായി 29 വർഷം കൊണ്ട് സർവശേഷനായ പൊന്നു ഭഗവാന്റെ അനുവാദത്തോടു കൂടി അന്ന് മുതൽ ഇന്ന് വരെ ഈ കാവടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹീതനാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇന്നലെ വരെയും ഭഗവാൻ ശ്രീമുരുകനായിട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് ഇടുമ്പസ്വാമിയായിട്ടാണ് ഇടുമ്പസ്വാമിയായിട്ടാണ് അദ്ദേഹത്തിന്റെ ഇടുമ്പസ്വാമിക്കാണ് ആഴിയിൽ ഇറങ്ങാനുള്ള അനുവാദം. അത് സ്വാമിയുടെ രൂപം മാറി. അതായത് സുബ്രഹ്മണ്യ സ്വാമി ഇടുമ്പസ്വാമിയായി മാറുന്നു ഈ ഒരു പർട്ടിക്കുലർ ഡേ, ഇന്നത്തെ സന്ദർഭത്തിൽ. എന്നാൽ മാത്രമേ ഈ ഭക്തജനങ്ങൾക്ക് ഇങ്ങനെ വേലും ഒക്കെ ആയിട്ട് തൃക്കോടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്വാമി ഇടുമ്പസ്വാമിയായി. അതാണ് ഇങ്ങനെ ആഴിയിലേക്ക്, അതായത് കനലിലൂടെ നടക്കാനുള്ള പെർമിഷൻ കൊടുക്കാം. സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു പ്രത്യേകത. ഓക്കെ, കൂട്ടപ്രദർശനത്തിന്റെ സമയമായി. ഈ 200ഓളം കാവടി എടുക്കുന്ന ഭക്തർ അവരിങ്ങനെ ഈ ക്ഷേത്രത്തിന് ചുറ്റും 7 times 7 പ്രാവശ്യമാണ് കൂട്ടനമസ്കാരം കൂട്ടപ്രദർശനവും ചെയ്യാൻ പോകും. ഇവരെല്ലാവരും വേല് കുത്താനായിട്ട് വ്രതമെടുത്ത് വേല് കുത്തി കാവടി എടുക്കാനായിട്ട് വ്രതമെടുത്തിട്ടുള്ള ഭക്തന്മാരാണ്. മുരുകഭക്തന്മാർ പ്രാർത്ഥനയോടുകൂടി കൂട്ടനമസ്കാരവും കൂട്ടപ്രദർശനവുമാണ് നടത്തുന്നത്. അങ്ങനെ 7 വലതവർ കൂട്ടപ്രാർത്ഥന വലം വെച്ച് വരികയാണ്. കൂട്ടനമസ്കാരം. അപ്പോൾ ഇത് തീർന്നു കേട്ടോ. ലാസ്റ്റ് റൗണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും ഇവിടെ ഒരു കുളമുണ്ട്, കുളത്തിൽ പോയി കുളിച്ച് പുതുവസ്ത്രം കാവ്യ തന്നെയാണ് ധരിച്ചിട്ട് ഇവിടെ വേല് കുത്താനായിട്ട്. വേല് തറയ്ക്കുന്ന ചടങ്ങാണ്. കംപ്ലീറ്റ് മേളവും ഇത് എല്ലാം വേല് തറയ്ക്കുന്ന ചടങ്ങ് നടന്നുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞിട്ടില്ല, അത് ഏകദേശം ഒരു തീരാറായി. ഇനി കാവടിയായിട്ട് ആൾക്കാർ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കാവടിയും കൂടി വെച്ചു, വേല് തറച്ചിട്ട് ഇനി പ്രൊസഷനായിട്ട് അവർ കാൽനട ഏകദേശം 1.5 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് പനത്തുറയിലെ അതായത് നമ്മുടെ മുരുകക്ഷേത്രത്തിലേക്ക് പോകുന്നത്, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അപ്പോൾ ഇവരൊരു എന്താ പറയുക, ഇത് ശൂലം കുത്തി അനുഗ്രഹമെല്ലാം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു വൈബ്രേഷനാണ്. അവർ നടക്കുന്നതും പോകുന്നതൊന്നും അവർ അറിയുന്നില്ല. കുറേ ആൾക്കാരിങ്ങനെ ഭയങ്കരമായിട്ട് ബോഡിയിൽ തന്നെ ട്രാൻസ്ഫോർമേഷൻ പോലെയാണ്. അത് അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ ആൾക്കാരായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരിങ്ങനെ വിറഞ്ഞു തുള്ളുന്ന പോലെയൊക്കെ കാണിക്കുന്നത്. ബോധക്ഷയം വന്ന് വീഴുന്നവരുണ്ട്, അങ്ങനെ കുറേ ആൾക്കാർ. ആൻഡ് അവിടെ നിന്ന് ഇനിയിപ്പോൾ ഇവിടുത്തെ റോഡൊക്കെ ബ്ലോക്കായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവരങ്ങോട്ട് പോകും. ഇനി അവിടെ ചെന്നിട്ടാണ് കുംഭം കൊണ്ട് നടക്കുന്ന ആൾ ആദ്യം കനലിലൂടെ നടക്കും, അഗ്നികാവടി. അത് കഴിഞ്ഞ് ബാക്കി ആൾക്കാർ ഏകദേശം 200 പേരുടെ കനലിലൂടെ നടക്കുന്ന കാഴ്ച. ആ കാഴ്ചകൾ അപ്പോൾ രാത്രിയാണ്. ആ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, നമുക്കിനി അങ്ങോട്ട് പോകാം. വെങ്ങാനൂരിലെ മുടിപ്പുര ഭാഗത്ത് നിന്നും ഞാനിപ്പോൾ വീണ്ടും നമ്മൾ എത്തിയിരിക്കുവാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ. പനത്തുറയാണ്.
ഇവിടെ ഓൾറെഡി ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ അവിടുന്ന് പോയത്. അതായത് കനലെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇനിയാണ് അഗ്നിക്കാവടി തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ക്രൗഡ് ഇപ്പം നോക്കിക്കോളൂ, എന്തുമാത്രം ആൾക്കാരാണ്. ജലസമുദ്രമാണ് ഇവിടെ, കടലിനോട് ചേർന്ന് കിടക്കുന്ന ക്ഷേത്രം. ഏറ്റവും പുണ്യമായ ഒരു ദിവസം. ഇപ്പോൾ അഗ്നിക്കാവടി കാണാനായിട്ടാണ് ഈ ആൾക്കൂട്ടം എല്ലാം ഇവിടെ കാത്തിരിക്കുന്നത്. അതിനിർഭരമായ ഒരു അന്തരീക്ഷമാണിപ്പോൾ. ഈ തിക്കും തിരക്കും ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ? നടുക്കിങ്ങനെ ക്ഷേത്രാങ്കണത്തിൻ്റെ ഈ ഭാഗത്തെല്ലാം കനലിങ്ങനെ എരിയുന്ന കാഴ്ച. ഈ കനലിൻ്റെ മുകളിലൂടെയാണ് അഗ്നിക്കാവടിയായിട്ട് ഭക്തര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവരെല്ലാം കണ്ടതാണ് ദേവീക്ഷേത്രത്തിൽ വെച്ച്. അവിടെ നിന്നാണ് അവർ കാൽനടയായിട്ട് കാവടി ഏന്തി ഇവിടെ വന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കനലിൽ ചവിട്ടി ഓടി ഓടി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു അത്ഭുതം തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഇത് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതെങ്ങനെ, ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക അനുഗ്രഹം എന്ന് പറയുന്നത്. ഇവരറിയുന്ന പോലുമില്ല, ഇവർക്കത് വേദനയായിട്ടോ ഒന്നും അനുഭവപ്പെടുന്നില്ല. അവർ ആ ഒരു എന്താ പറയണ്ടേ, ഭക്തിയുടെ ഏറ്റവും ഉദാത്തമായ ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ മഹാഭാഗ്യമാണ്. എന്തായാലും ഈ കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ഒരു ആചാരമാണ്. ഇത്തരം ആചാരങ്ങളെല്ലാം മുരുകക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണുള്ളത്. വേൽക്കാവടി, അഗ്നിക്കാവടി, അങ്ങനെ ഒരുപാട് കാവടിയുടെ തന്നെ വ്യത്യസ്തമായ പലതരം നേർച്ചകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് മുരുകക്ഷേത്രങ്ങളിലെല്ലാം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്കും സാധിച്ചു, അത് നിങ്ങളിലേക്ക് എത്തിച്ചു തരാനും സാധിച്ചു. എന്തായാലും ഭഗവാനോട് നന്ദിയുണ്ട്, സന്തോഷത്തോടുകൂടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.